നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് മുംബൈയിലേക്ക് പോവുകയാണ് കേട്ടോ. മുംബൈയിൽ എവിടെയാണ് പോകുന്നത് എന്നുള്ളതൊക്കെ വഴിയേ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ മൂന്നാറിൽ നിന്ന് ഇന്ന് രാവിലെയാണ് എത്തിയത്. ഇന്ന് വൈകുന്നേരം തന്നെ നമുക്ക് മുംബൈയിലേക്കുള്ള ട്രെയിനാണ് കേട്ടോ. നല്ല ടയേർഡായിട്ടുണ്ട്, നല്ല ഉറക്കക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൺഫേം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ള സമയത്ത് ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ ഇങ്ങനെ ടിക്കറ്റ് കൺഫേം ആക്കി വന്നിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പോകുന്നതൊക്കെ ഭയങ്കര ബിസി ഷെഡ്യൂളാണ്. അതുകൊണ്ട് നമുക്ക് ഉറങ്ങലൊക്കെ ട്രെയിനിനാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോത്തിലും ഒരു ചേട്ടൻ ഇങ്ങനെ ഓർണമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കമ്മലും മാലയൊക്കെ ഉണ്ടായിരുന്നേ. അതിൽ 1-2 കമ്മലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, 30-20 രൂപ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ചെറിയ ചെറിയ കുഞ്ഞു കമ്മലാണ്. മാല ഉണ്ടായിരുന്നു, പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ മാല എടുത്തിട്ടില്ല. കമ്മൽ 2-3 എണ്ണമൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കി കൊണ്ടുവരാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ പഴവും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പം നമ്മളുള്ളത് മുംബൈയിലെ ലോക്കൽ ട്രെയിനാണ് കേട്ടോ. നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്. നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുംബൈയിലെ മാത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. എനിക്ക് എപ്പോഴും പോകണം എന്നുള്ളൊരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ മാത്തറാനാണ് കേട്ടോ. അടിപൊളിയാണ്, എത്ര വട്ടം പോയാലും മതി വരില്ല കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങോട്ട് പോകാൻ. അപ്പം നമ്മൾ കല്യാൺ സ്റ്റേഷനിൽ നിന്ന് നെരളിലേക്കുള്ള ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ട് നെരളിൽ നിന്ന് മാത്തരാനിൽ, അതായത് അമൻ ലോഡ്ജ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടേക്ക് നമുക്ക് ടാക്സി വിളിച്ച് പോവാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ കുഞ്ഞി ട്രെയിൻ ഉണ്ട്, മിനി ട്രെയിൻ എന്നാണ് തന്നെ പറയുക, അതിൽ പോകാൻ പറ്റും. പക്ഷേ ഈ മിനി ട്രെയിന് എല്ലാ സമയത്തൊന്നുമില്ല, ഒരു ദിവസം 2 ടൈം അങ്ങനെ എന്തോ ഉള്ളൂ. മാത്തരാനിന് നെരളിലേക്ക് 2:45 പിന്നെ 4 മണിക്കാണ് ഉള്ളത്. രാവിലെ എത്രയോ സമയത്താണ് നെരളിൽ നിന്ന് മാത്തരാനിലേക്കുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിതാ അമൽ ലോഡ്ജിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം ഇതിൻ്റെ അകത്തേക്ക് കയറാൻ. അപ്പം ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ ടിക്കറ്റ് വരുന്നത്. പിന്നെ കുട്ടികൾക്ക് 25-20 അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത്, അതായത് അമൽ ലോഡ്ജ് കഴിഞ്ഞാൽ വലിയ വണ്ടിയും കാര്യങ്ങളൊന്നും പോവാറില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് ആകെ ഉണ്ടായിരുന്നത് ഈ കുതിര വണ്ടി, പിന്നെ അല്ലാതെ ഈ ഉന്തുവണ്ടി പോലത്തെ അങ്ങനത്തെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ ഇപ്പം ഓട്ടോയും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ല, പ്രായമായവർക്കും സുഖമായിട്ട് വരാം കേട്ടോ. പണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുതിരവണ്ടി അതേപോലെ ഉന്തുവണ്ടിയിലൊക്കെ ആയിരുന്നു പോകേണ്ടിയിരുന്നത്. അപ്പോൾ ഈ നടുവേദനയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇപ്പം അങ്ങനത്തെ പ്രശ്നമില്ല, ഓട്ടോ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അമൽ ലോഡ്ജിൽ നിന്ന് മാത്തരാൻ വരെ സുഖമായിട്ട് പോകാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മളിതാ മിനി ട്രെയിനിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അമൽ ലോഡ്ജിൽ നിന്നിട്ട് മാത്തരാൻ വരെ മിനി ട്രെയിനാണ് എടുത്തത് കേട്ടോ. ഈ ഒരു ഓപ്ഷൻ നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ ഓട്ടോ എടുക്കുന്നതിനേക്കാളും നല്ലതാണ് കേട്ടോ മിനി ട്രെയിന്. നമുക്കൊന്ന് വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു മിനി ട്രെയിൻ കേട്ടോ. നല്ല രസമാണ് കാണാൻ. കാരണം നമ്മളൊരു കുഞ്ഞ് ഇടുക്ക് പോലത്തെ ഒരു വഴി കൂടെ ഇങ്ങനെ പോകുന്നതാണ്. അത് പോകുന്നത് പതുക്കെ ആണെങ്കിലും ഈ ഒരു എക്സ്പീരിയൻസ് അത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അങ്ങനെ നമ്മളിതാ മാത്തരാനിൽ എത്തിയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഷിജിൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ റൂമൊക്കെ സെറ്റാട്ടോ. അങ്ങനെ നമ്മൾ റൂം വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് നമ്മളിതാ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ റേറ്റ് കുറവാണെന്ന് ചോദിച്ചാൽ ചില കാര്യത്തിന് റേറ്റ് കുറവാണ്, ചിലതിന് ഭയങ്കര എക്സ്പെൻസീവും ആണ് കേട്ടോ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ് മെയിനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുതിരകൾ കുറേ ഉണ്ട്, അതേപോലെ തന്നെ കുരങ്ങന്മാരും കുറേ ഉണ്ട് കേട്ടോ. കുരങ്ങന്മാർ ഇത്തിരി ഡേഞ്ചറാണ്. നമ്മൾ എന്തെങ്കിലും ഐറ്റംസ്, അതായത് കവറിൻ്റെ സൗണ്ട് വരെ കേട്ടിട്ടുണ്ടെങ്കിൽ അതെന്താണെങ്കിലും അവർക്കത് കിട്ടിയതിന് ശേഷം മാത്രമേ അവർ പോവാറുള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് ഭയങ്കര വിശന്നതുകൊണ്ട് തന്നെ ഞാനും മനീഷ് 2 പാനിപ്പൂരി കഴിച്ചു കേട്ടോ. അവൾ ഇതുവരെ പാനിപ്പൂരി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ വാങ്ങി കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ 50 രൂപ, 60 രൂപ, 100 രൂപയ്ക്കൊക്കെ നല്ല വെറൈറ്റി നല്ല ഭംഗിയുള്ള ചെരുപ്പ് കിട്ടുമായിരുന്നേ. അവൾക്ക് മൗറീഷ്യസ് പോകുമ്പം കുറേ കൊണ്ടുപോകേണ്ടതായതുകൊണ്ട് തന്നെ കുറേ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.